140 വർഷങ്ങൾ ശാസ്ത്രത്തിന് ഇന്നും ഒരു തലവേദനയായി തുടരുന്ന ഒരു ശരീരം. മരണം കീഴടക്കാൻ വിസമ്മതിച്ച ഒരു സ്ത്രീയുടെ അവിശ്വസനീയമായ കഥയാണത്. ഫ്രാൻസിലെ ഗ്ലാസ് പെട്ടിക്കുള്ളിൽ ഇന്നും ശാന്തമായി ഉറങ്ങുന്ന വിശുദ്ധ ബെർണഡെറ്റിന്റെ രഹസ്യമെന്താണ്? ആയിരത്തി 879 ബെർണഡെറ്റ് ഈ ലോകത്തോട് വിട പറയുന്നത്. ഒരു സാധാരണ കന്യാസ്ത്രീയുടെ ജീവിതം അവിടെ അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ യഥാർത്ഥ അത്ഭുതം തുടങ്ങാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. മരിച്ച് 30 വർഷങ്ങൾക്ക് ശേഷം 1909 അവളുടെ ശരീരം വീണ്ടും പുറത്തെടുത്തു. ഡോക്ടർമാർ പ്രതീക്ഷിച്ചത് അസ്ഥികൂടമോ അഴുകിയ ശരീരമോ ആയിരുന്നായിരുന്നു. പക്ഷെ കണ്ടത് വെളുത്ത നിറമുള്ള, അഴുകാത്ത, ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന ഒരു ശരീരമാണ്. തുടർന്ന് 1919 1925 പരിശോധനകൾ നടത്തി. 3 തവണയും ഫലം ഒന്നുതന്നെയായിരുന്നു. ഡോക്ടർമാർ റിപ്പോർട്ടിൽ ഇങ്ങനെ കുറിച്ചു: "ദ ബോഡി ഷോസ് നോ സൈൻ ഓഫ് ഡീകേ." ഏറ്റവും വിചിത്രമായ കാര്യം, ഈ ശരീരം സംരക്ഷിക്കാൻ കെമിക്കലുകളോ ഓയിലുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. ഒരു അദൃശ്യ ശക്തി ആ ശരീരത്തെ കാത്തുസൂക്ഷിക്കുന്നതുപോലെ. ശാസ്ത്രത്തിന് ഇതിന് ചില വിശദീകരണങ്ങൾ പറയാനുണ്ട്. മണ്ണിന്റെ പ്രത്യേകതയോ ശവകുടീരത്തിലെ താപനിലയോ ഇതിന് കാരണമാകാം എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്നാൽ വിശ്വാസികൾ ഇതിനെ ഡിവൈൻ മിറക്കിൾ എന്ന് വിളിക്കും. ദൈവം നൽകിയ നിർമ്മലമായ ജീവിതത്തിന് കിട്ടിയ പ്രതിഫലമാണ് ഈ അഴുകാത്ത ശരീരം എന്ന് അവർ വിശ്വസിക്കുന്നു. ഇന്നും ഫ്രാൻസിലെ ഗ്ലാസ് പെട്ടിക്കുള്ളിൽ ബെർണഡെറ്റ് കിടപ്പുണ്ട്. ശാസ്ത്രത്തിന് ഇതൊരു അൺഎക്സ്പ്ലെയിൻഡ് പ്രിസർവേഷനാണ്. വിശ്വാസികൾക്ക് ഇതൊരു അത്ഭുതമാണ്. ഇതിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ.